താങ്ക് യു സോ മച്ച് സർ. നിങ്ങളിൽ എല്ലാവരോടും ട്രാവൽ ആൻഡ് ടൂറിസം ഇന്നലെ രാവിലെ മുതൽ ഇന്നിപ്പോൾ ഈ സമയം വരെയും ഞങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ സെഷനിലും സാറും ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഇൻട്രോ സെക്ഷനിൽ നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ മേഖലയെ പറ്റി പറയാണ്ട് തിരുവനന്തപുരത്തെ ഒരു ഓൺട്രപ്രണറിയൽ ജേണി പറയാൻ പറ്റാത്ത ലെവലിൽ ട്രാവലും ടൂറിസവും അടുത്തിഴകി കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാനൽ നോക്കുമ്പോൾ തന്നെ അനീഷ് സാർ കഴിഞ്ഞ 30 വർഷമായിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് വിഷ്ണു ഈസ് ഹെഡിങ് ദി മാർക്കറ്റിംഗ് ഓഫ് അദാനി എയർപോർട്ട്സ്. സാറ് നാരായണൻ സാറിനെ പറ്റി അറിയാത്ത ആൾക്കാരില്ല. ഒരുപാട് വർഷങ്ങളുടെ സ്റ്റോറി പറയുന്നുണ്ട്. ആൻഡ് യു ഡീൽ വിത്ത് ദി ആർട്ട് ആൻഡ് കൾച്ചർ. അതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ടൂറിസ്റ്റുകളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിനം കാണുകയും അടുത്തിടപഴകുകയും അവരിവിടെ കൊണ്ടുവരുന്ന പണം, വരുമാനം, പൈസ, അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള 4 പേരാണ് നമ്മുടെ മുന്നിലുള്ളത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, തിരുവനന്തപുരത്ത് നമ്മുടെ ഏറ്റവും വലിയ വരുമാനം കൊണ്ടുവരുന്നൊരു മേഖലയാണ് സർ ട്രാവൽ ആൻഡ് ടൂറിസം. നിലവിലത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ ഒരു ഇയർ ഓവർ ഇയർ അല്ലെങ്കിൽ മന്ത് ഓവർ മന്ത് ഗ്രോത്ത് എടുത്ത് നോക്കുമ്പോൾ ഹൗ വെൽ വി ആർ പെർഫോമിങ് സർ? നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ മാത്രമായിട്ട് ടൂറിസം പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം കേരളം ആസ് എ ഡെസ്റ്റിനേഷൻ, നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെന്ന് പറയുന്നത് 92 lakhs ആണ് ഒരു വർഷം. 92 lakhs. അതിൽ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ഫോറിനേഴ്സ് എന്ന് പറയുന്നത് 6 lakhs ആണ്. അപ്പോൾ അതൊരു 10% താഴെയാണ് നമുക്ക് കേരളത്തിലെ ടൂറിസ്റ്റുകളെ കിട്ടുന്നത്. ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ വിദേശത്ത് പോയി നമ്മൾ ഏതൊരു മാർക്കറ്റിംഗ് ഈവൻറ്റിൽ പോയാലും അവിടെ വരുന്ന ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾ എപ്പോഴും ഗോൾഡൻ ട്രയാങ്കിളിലായിരിക്കും പോകുന്നത്. ഡൽഹി, ആഗ്ര, ജയ്പൂരാണ് പ്രധാനമായിട്ട് പോകുന്നത്. സെക്കൻഡ് ടൈമാണ് കേരളത്തിലേക്ക് വരുന്നത്. ഈ കേരളത്തിലേക്ക് വരുന്നതിൽ ഇപ്പം നല്ലൊരു ശതമാനം ഫോറിനേഴ്സിനെ കേരളത്തിന് കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആയുർവേദമാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും കോളം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കോളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബീച്ചിൽ പോവുകയാണെങ്കിൽ കൂടുതലും ഫോറിനേഴ്സിനെ കാണുന്നത് ആയുർവേദ ടൂറിസ്റ്റുകളാണ്. അതിനൊരു അഡ്വാൻറ്റേജും ഉണ്ട്. വരുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 7 to 21 days ഒരു സ്റ്റേക്ക് വേണ്ടി വരുന്നവരാണ്. ലോങ് സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റവന്യൂ വളരെ കൂടുതലാണ്. അത് തിരുവനന്തപുരത്തിന് കിട്ടുന്നുമുണ്ട്. പിന്നെ നമ്മൾ കോളാണ് കേരളത്തിൽ തന്നെ ടൂറിസം സ്റ്റാർട്ട് ചെയ്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു ഡെസ്റ്റിനേഷനെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. വീണ്ടും ട്രിവാൻഡ്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഈ ഒരു വാർ വരുന്ന സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം, ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന ആൾക്കാർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഒരുപാട് ഗസ്റ്റുകളിലൂടെ അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അവർ ഇപ്പം എത്യോപ്യൻ എയർലൈൻസിലൊക്കെയാണ് തിരിച്ചു പോയത്. അപ്പോൾ നമ്മളുടെ കണക്ടിവിറ്റി ഒരു പ്രോബ്ലമാണ്. മിഡിൽ ഈസ്റ്റ് വഴിയേ വരാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവർക്ക് തിരുവനന്തപുരത്തോട്ടോ അല്ലെങ്കിൽ കേരളത്തിലോട്ടോ വരാനായിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റുകളില്ല. അപ്പോൾ ഇതൊരു വലിയ കൺസ്ട്രെയിനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള ഒരു വിഷയം വരുന്ന സമയങ്ങളിൽ ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കേണ്ട, അല്ലെങ്കിൽ എയർപോർട്ട് തന്നെ എനിക്ക് തോന്നുന്നത് വിഷ്ണുവിന് കൂടുതൽ പറയാൻ പറ്റും. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരുന്ന എയർപോർട്ടിൽ നിന്നും ഇപ്പം അദാനി ഗ്രൂപ്പ് എടുത്തതിന് ശേഷം വളരെ വളരെ മുന്നിലേക്ക് പോയി. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെയുള്ള കണക്ടിവിറ്റി ബെറ്റർ ആയിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു കൂടുതൽ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൺ ദാറ്റ് നോട്ട്, വിഷ്ണു, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. നമുക്ക് ഈ സാർ പറഞ്ഞതുപോലെ അദാനി ഗ്രൂപ്പ് എടുത്തതിന് മുന്നേയും എടുത്തതിന് ശേഷവും ഉള്ള ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് വിഷമം തോന്നിയൊരു കാര്യമാണ് അവിടെ എയർപോർട്ടിൽ നമുക്ക് ഈ ക്യാബ് കിട്ടാത്ത കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത്യാവശ്യം ഊബർ ഓലയൊക്കെ അടുത്ത് വന്നു തുടങ്ങി. ഐ ഹോപ്പ് യു ഗോട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഞാൻ അതിന്
പിന്നെ ഒരുപാട് മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ ആദ്യം വരാത്തതെന്നും പിന്നെ വന്നതും എന്നൊക്കെ. കാരണം പലരും പുറത്തുനിന്ന് വന്നിട്ട് അവർ ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മളിപ്പോൾ കുറേ ഈവൻറ്റ്സിന് പോയി, ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ ഫ്ലൈറ്റിലുണ്ട മറ്റ് സഹയാത്രികർ വന്നിട്ട് അവർ പെട്ടെന്ന് ഫോൺ എടുത്ത് വയ്ക്കുമ്പോഴാണ് ഞാൻ പറയേണ്ടി വരുന്നത്, ഇങ്ങനെയല്ല, അവിടെ എങ്ങനെയാണ്, ആ രീതിയിലാണ്, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് എന്നൊക്കെയുള്ള രീതി. പക്ഷെ അതിൽ നിന്നും മാറി ഇവോൾവ് ചെയ്ത് പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കാര്യങ്ങളായിരിക്കാം, കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതുണ്ടാക്കുന്ന ഒരു മാനസികമായിട്ട് ചേഞ്ച് പോലും വളരെ വലുതാണ്. റൈറ്റ്. അപ്പോൾ എത്രമാത്രമാണ് നമുക്ക് ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്ന നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു കണക്കോ അല്ലെങ്കിൽ ഒരു ആസ്പാസ് ഫിഗർ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഇത്ര പേരാണ് നമുക്കൊരു വർഷം എയർപോർട്ടിൽ വരുന്നത് എന്നുള്ളതുണ്ടോ? അതൊന്ന്. രണ്ട്, എന്തൊക്കെയാണ്, വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നമുക്കിവിടെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ബട്ട് the passengers I think are also coping with that, because നമുക്ക് നല്ലൊരു എയർപോർട്ടായി വരും എന്നുള്ളൊരു ഇതിലോട് കൂടി. സോ പ്ലീസ് കമന്റ് ഓൺ ദാറ്റ്. ഇപ്പം ഞാൻ ആദ്യം നമ്മൾ ഏറ്റെടുത്തതിന് ശേഷവും ഇപ്പോഴത്തെ ഉള്ള ഒരു ചേഞ്ചസ് പറയാം. നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് കോവിഡിൻ്റെ എഫക്റ്റ് ഉണ്ട്, മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. ഞാൻ ആ വ്യത്യാസം മാത്രമായിട്ട്, അന്ന് ഡെയിലി 5000 പാസഞ്ചേഴ്സ് ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 15000. നമ്മൾ ഈ സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് വളരെ റിലവൻ്റ് ആണ്. ഓൾദോ ഇത് ഡയറക്റ്റ്ലി ടോട്ടൽ നമ്പർ ഓഫ് ടൂറിസ്റ്റിനെ പറയുന്നില്ലെങ്കിലും ഈ ഒരു ഇൻക്രിമെൻ്റ് ഒരു സൂചനയാണ്, അതായത് ടൂറിസ്റ്റുകൾ കൂടുന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ റിക്കവറി, അതായത് കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്തത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ 21-22 സാമ്പത്തിക വർഷവും 24-25 സാമ്പത്തിക വർഷത്തെയും എയർ ട്രാഫിക് മൂവ്മെൻറ്റുകളിൽ എത്ര ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള കണക്കെടുക്കുമ്പോൾ 100% മേളിലാണ് ആ നമ്പർ ഇൻക്രീസ് ചെയ്തത്. ഓക്കെ. അത് ഇവർ ചുറ്റും ഇരിക്കുന്ന എല്ലാവരുടെയും വർക്കിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്. ഇപ്പം നാളെ ആണെങ്കിൽ നമ്മൾ നവി മുംബൈക്കുള്ള പുതിയ ഫ്ലൈറ്റ് തുടങ്ങുകയാണ്. ഡൽഹി ഇൻഡിഗോ തുടങ്ങുകയാണ്. പിന്നെ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ചെന്നൈ വഴി ഗുവാഹട്ടി 1 സ്റ്റോപ്പ് ഫ്ലൈറ്റാണ്, നോർത്ത് ഈസ്റ്റിലോട്ട് ഒരു കണക്ടിവിറ്റിയും തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം അവർ ഫയൽ ചെയ്ത സ്ലോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അടുത്ത സീസണിലെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ വർഷം ഇതേ സമയം എടുക്കുവാണെങ്കിൽ മലേഷ്യ കോലാലംപൂരിലോട്ട് നമുക്ക് ഒരു വീക്കിൽ 8 ഫ്ലൈറ്റ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ നവി മുംബൈ ഡെയിലി 1 വെച്ചിട്ട് 7 ഒരു വീക്കിൽ വരും. കോലാലംപൂർ 8 ഫ്ലൈറ്റ്സ് ആയിരുന്നു ഒരു വീക്കിലുണ്ടായിരുന്നു. എയർ ഏഷ്യ ഉണ്ടായിരുന്നു, മലേഷ്യനുണ്ടായിരുന്നു. ഇപ്പോൾ അത് 2 പേരും ഡെയിലി 7 വെച്ച് ഈ വരുന്ന സീസണിൽ ഓപ്പറേറ്റ് ചെയ്യും. അതായത് 8 നിന്ന് 15 ഒരു വീക്കിൽ 14 ഒരു വീക്കിൽ 14. അത്രയും പേര് മലേഷ്യയിലോട്ട് ഇവിടുന്ന് പോകാൻ തയ്യാറായി. അതെ. അപ്പം ഈവൻ മാൽദീവ്സ് പോലും കഴിഞ്ഞ സീസണിൽ 4 മാലിയിലോട്ടുള്ള സർവീസ് 4 നിന്ന് ഇപ്പോൾ അത് 11. ഇങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഫോർ എയർലൈൻസ് നമ്മൾ എത്രത്തോളം ആസാൻ എയർപോർട്ട് എത്രത്തോളം അട്രാക്റ്റീവായി നിൽക്കാൻ പറ്റുമോ അതിനുള്ള വലിയ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെറിയ സ്റ്റെപ്പുകളും ചെയ്യുന്നുണ്ട്. ഇപ്പം വലിയ കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള ലോങ് ടേമിൽ പറയുവാണെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റ് അനന്ത എന്ന് പറഞ്ഞിട്ട് ടെർമിനൽ 2 എന്ന് പറയുമ്പോൾ നമ്മളുടെ ചാക്കയിലുള്ള ഇൻ്റർനാഷണൽ ടെർമിനൽ ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകണം. അതൊരു അടുത്തൊരു 6-7 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 2200 കോടിയോളം വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആയിട്ട് ഏകദേശം 600 കോടിയുടെ ഒരു വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2028 ഓഗസ്റ്റോടുകൂടി തീരും. ചില വർക്കുകൾ പലതും എയർ സൈഡിൽ നടക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് പുറത്ത് വിസിബിൾ ആകാത്തതുകൊണ്ട് അവിടെയും വലിയൊരു വോളിയമുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ആ കനോപ്പി T1 ശംഖുമുഖത്തെ ടെർമിനലിൻ്റെ മുമ്പിലത്തെ കനോപ്പി പലരും കണ്ടു കാണും. അത് നമ്മളത് അത് മൊത്തത്തിലൊരു മുഖച്ഛായ മാറ്റാനുള്ളൊരു പ്ലാനുമുണ്ട്. നമ്മുടെ ഇപ്പോൾ ആ എയർപോർട്ടിൻ്റെ ഒരു വിസ്തീർണം ഉണ്ടല്ലോ, അതിനി സോറി ഇഫ് ഇറ്റ്സ് എ ഡം ക്വസ്റ്റ്യൻ, പക്ഷേ അത് കൂടാൻ സാധ്യതയുണ്ടോ? നമുക്ക് കുറച്ചും കൂടി സ്ഥലം കിട്ടാനുള്ള മാർഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? സ്ഥലം ഏറ്റെടുപ്പിൻ്റെ നടപടികൾ നടക്കുന്നുണ്ട്. അത് ആക്ച്വലി DGCയുടെ കംപ്ലയൻസ് പ്രകാരം നമുക്ക് റൺവേയുടെ ഏതർ സൈഡിൽ ഇത്ര ദൂരത്തിൽ സ്ഥലം വേണമെന്നുണ്ട്. നമുക്കത് ഒരു സൈഡിലുണ്ട്, മറ്റേ സൈഡിലില്ല. സോ അതിനു വേണ്ടിയിട്ട് ഏറ്റെടുക്കുക. അത് എയർപോർട്ട് അതോറിറ്റിയും ഗവൺമെൻറ്റും തമ്മിലാണ് അതിൻ്റെ ഇടപാടുകൾ ചെയ്യുന്നത്.
നിലവിൽ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകുന്ന ഫ്ലൈറ്റുകളെ പറ്റി പറഞ്ഞല്ലോ. അവിടെ നിന്ന് വരുന്ന, അതായത് പല ദേശങ്ങളിൽ നിന്നും വരുന്ന, ഇപ്പോൾ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും വരുന്ന ഫ്ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ ജോലിക്ക് പോയിട്ട് അവർ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ടൂറിസ്റ്റുകൾ നേരത്തെ അനീസ് സാർ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളായിട്ട് 6 ലക്ഷം പേര് വരുന്നവരിൽ കൂടുതലും ഡൊമസ്റ്റിക് ആയിട്ടാണോ അതോ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാവലേഴ്സ് ആണോ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഫ്ലൈ ചെയ്ത് ഇറങ്ങുന്നത്? അങ്ങനെ ഒരു ഡേറ്റ കാറ്റഗറൈസ് നമുക്കില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, മിഡിൽ ഈസ്റ്റിലോട്ടുള്ള കണക്ടിവിറ്റി എന്ന് പറയുമ്പം ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്നതിൻ്റെ ഫ്ലൈറ്റുകളൊരു 20-30% അവിടെ ഇറങ്ങുന്നുള്ളൂ. പിന്നെ അത് ഫർദർ കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അതിനകത്ത് ഇപ്പം പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്. നാരായണൻ സർ, പൂവാർ ഐലൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമല്ല അത്യാവശ്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ബ്രാൻഡായി മാറി കഴിഞ്ഞു. ആൻഡ് യു ഹാവ് ബിസിനസ് ആഗ് ഓഫ് 30 to 40 years പ്ലസ് സ്റ്റോറി സാറിന് പറയാനായിട്ടുണ്ട്. സർ, ഈ പൂവാർ ഐലൻഡ് റിസോർട്ട് തുടങ്ങിയത് അതിൻ്റെ ഒരു സ്റ്റോറി ഒന്ന് ബ്രീഫ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് പറയാമോ? അത് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു ടൂറിസം മാപ്പിൽ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഐ വാസ് ആക്സിഡൻ്റലി ഗോട്ട് ഇൻ ടച്ച് വിത്ത് സം സിവിൽ എഞ്ചിനീയർ who had developed the concept of floating cottages. Okay. അപ്പം അങ്ങനെ അങ്ങേരുമായിട്ട് പരിചയപ്പെട്ട് ഫ്ലോറിഡയിൽ ഐ സോ ദിസ് സെയിം കൺസെപ്റ്റ്. അപ്പോൾ അന്ന് ഞാൻ ഐ ഗോട്ട് അട്രാക്റ്റഡ് ആൻഡ് ഐ തോട്ട് അന്ന് എൻ്റെ മെയിൻ ഫീൽഡെല്ലാം ഇലക്ട്രോണിക്സിലായിരുന്നു. എന്നാലും ഞാൻ ഐ ഗോട്ട് അട്രാക്റ്റഡ് ടു ദിസ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐഡിയ വന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് അന്ന് കേരളം ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് ടൂറിസത്തിലൊന്നും വന്നിട്ടില്ല. അന്ന് വക്കം പുരുഷോത്തമനായിരുന്നു ടൂറിസം മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു ഇത് ചെയ്തപ്പോൾ അങ്ങേര് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഹീ ഗോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ആൻഡ് ദെൻ ഹിസ് ഐഡിയ വാസ് ടു ഫസ്റ്റ് മേക്ക് ദീസ് ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഇൻ കുമരകം. അന്ന് KTDCക്ക് കുമരകത്ത് ഒരു റിസോർട്ടുണ്ട്, ചെറിയ റിസോർട്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങേര് പറഞ്ഞ്, അന്ന് ഒരു അനദർ വിജയേന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരാളായിരുന്നു KTDCയുടെ MD. അപ്പോൾ വിജയേന്ദ്രനെ വിളിച്ച് പറഞ്ഞു, അന്ന് ഞാൻ ഈ അമേരിക്കയിൽ നിന്ന് ഈ എൻജിനീയേഴ്സിനെ എനിക്ക് പരിചയമുള്ള എൻജിനീയർക്ക് അന്ന് എനിക്ക് ഇലക്ട്രോണിക്സ് ബിസിനസ് ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ 3 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തു. അങ്ങേര് വന്നു. അപ്പോൾ അതിൻ്റെ KTDC ഒരു മാനേജിങ് ഡയറക്ടർ വിജയേന്ദ്രൻ ഗേവ് മീ ആൻ ഓർഡർ ഫോർ മേക്കിംഗ് എ പ്ലാറ്റ്ഫോം. അന്നാണ് വേളിയിൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ചെയ്തു. അന്ന് അവർ ടെൻഡർ വിളിക്കാതെ തന്നെ, ബിക്കോസ് ഓഫ് ദി മിനിസ്റ്റർ, they gave the order for making the platform for 38,000 rupees. അന്ന് ഞാൻ ഇവരെ കൊണ്ടുവന്ന്, അന്ന് വേറെ ഹോട്ടൽസൊന്നുമില്ല, ഇവിടെ ഗീത് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ അവരെ താമസിപ്പിച്ചിട്ട് 1.5 മാസം കൊണ്ട് ഈ പ്ലാറ്റ്ഫോം ചെയ്ത് കാണിച്ചു ആദ്യം. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പം ഗവൺമെൻറ് ചേഞ്ച്ഡ് ആൻഡ് ദി LDF ഗവൺമെൻറ് കെയിം ടു പവർ. അന്ന് ഈ പൈസ തന്നതുപോലുമില്ല. ദേ സ്റ്റാർട്ടഡ് ആൻ എൻക്വയറി ഹൗ വിജയചന്ദ്രൻ കുഡ് ഗീവ് മീ ആൻ ഓർഡർ വിതൗട്ട് ടെൻഡറിങ്. അപ്പോൾ അന്ന് പൈസ പോയി. അന്ന് ആ സമയത്ത് എനിക്കൊരു 4.5 ലക്ഷം രൂപ നഷ്ടമായി. അന്നത്തെ 4.5 എന്ന് പറഞ്ഞാൽ ഇന്നൊരു 40 ലക്ഷം രൂപയുടെ വാല്യൂ ആണ്. അപ്പോൾ അതങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇലക്ട്രോണിക്സൊക്കെ ഡെവലപ്പ് ചെയ്ത് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു 25 വർഷം മുമ്പാണ് എൻ്റെ ആർക്കിടെക്റ്റ് ഇങ്ങനെ പൂവാറിൽ ഇതുപോലൊരു സ്ഥലമുണ്ട്,
നിനക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ഞാനും ആർക്കിടെക്റ്റും പോയി നോക്കിയപ്പോഴാണ് ഈ പഴയ ഐഡിയ വന്നു. അപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമ്മൾ തന്നെ ഈ ഫ്ലോട്ടിംഗ് കോട്ടേജസ് വെച്ചിട്ട് ഒരു റിസോർട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ആദ്യം ഇത് തുടങ്ങുമ്പം അവർ ഐഡിയ വാസ് ഓൺലി ഒരു 20 കോട്ടേജസ്, അതിൽ 8 ഫ്ലോട്ടിംഗ് കോട്ടേജസും ബാക്കി കോട്ടേജ് ഓൺ ലാൻഡ്, അങ്ങനെ ഒരു ചെറിയ സ്കെയിലാണ് തുടങ്ങിയത്. ബട്ട് ദി ഫ്ലോട്ടിംഗ് കോട്ടേജ് കൺസെപ്റ്റ് became very well known, and we got lot of mileage initially for the resort because lot of articles got written about the floating cottages. So that is how we started Puvar, and then it expanded. And we അന്ന് ഞാൻ തുടങ്ങുമ്പം പൂവാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഡെസേർട്ട്. അവിടെ വേറെ ഒന്നുമില്ല അന്ന്. അവിടെ ഞാൻ ആദ്യം ഈ സ്ഥലത്ത് പോകുമ്പം ബോട്ടുകൾ പോലും ഇല്ല. അപ്പോൾ ഒരു കൺട്രി ബോട്ട് ഹയർ ചെയ്ത് ഒരു വള്ളക്കാരനുണ്ട്, അയാളും കൂടെ തുഴഞ്ഞാണ് ഇതിവിടെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലം നൗ ഇറ്റ് ഹാസ് ഡെവലപ്ഡ് ഇൻ ടു എൻ ഐക്കോണിക് ടൂറിസം ഡെസ്റ്റിനേഷൻ നോൺ ത്രൂ ഔട്ട് ദ വേൾഡ്. സൂപ്പർ, താങ്ക് യു സർ. ഗൈസ്, ഒരു പൂവാർ ഐലൻഡ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു റിസോർട്ട് ബിൽഡ് ചെയ്യുന്നത്, ഒരു റിസോർട്ടൊക്കെ ബിൽഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട് കയറുന്നൊരു കാര്യമാണ്. അത് ഇത്രയും നാൾ ഓടിച്ച് അതിൻ്റെ ഒരു ഹോട്ടൽ തന്നെ ഒരു ദിവസം അവർ മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി റിസോർട്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഓൺട്രപ്രണർ ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ബിൽഡ് ചെയ്തു എന്നുള്ളത് തന്നെ ഇറ്റ് റിയലി റിക്വയർസ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ശ്രീ, എനിക്ക് ഈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നെയാണ്. ഐ തിങ്ക് 2-3 വർഷമല്ല, അതിനും വളരെ മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത് ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലയിടത്ത് കണ്ടിട്ടുള്ളത് ഒരിടത്ത് കാണാൻ പറ്റി. ദെൻ നമ്മുടെ ലാലേട്ടൻ മേടിച്ച ഒരു വലിയ വിശ്വരൂപം, എത്ര വിലയുണ്ടാവും? 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ശില്പിയെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി കലാരൂപങ്ങൾ, കാര്യങ്ങളെല്ലാം അത് മരത്തിൽ കുത്തിവെച്ചതും പലതിൽ ചിരട്ടയിൽ, തെങ്ങിൻ്റെ തോടിൽ, ദ ഓൺട്രപ്രണേഴ്സ് ബിഹൈൻഡ് ഇറ്റ്. ടൂറിസം, ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടായിട്ട് KSEV മാറിയിട്ടുണ്ട്. എന്താണ് KSEVയുടെ ഒരു ഓൺട്രപ്രണറിയൽ ഒരു സെഗ്മെൻറ്റ് എങ്ങനെയാണ്? അതായത് എത്രമാത്രം അവിടെ നമുക്കൊരു സെയിൽസ് നടക്കുന്നുണ്ട്, അവിടെ ഉള്ള ഓൺട്രപ്രണേഴ്സിന് അത് എത്രമാത്രം ബെനിഫിഷ്യലായിട്ട് വരുന്നുണ്ട്? ഒരു പീക്ക് ടൈം ഉണ്ടോ, ഒരു ലോ ടൈം ഉണ്ടോ? ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും, അതായത് നമ്മുടെ റീജിയണലി വരുന്ന ടൂറിസ്റ്റുകളും അവിടെ വരാറുണ്ടോ? പ്ലീസ് കമൻറ്റ് ഓൺ ദാറ്റ്. താങ്ക് യു അച്യുതൻ. ആക്ച്വലി 2011 ഈ പ്രോജക്റ്റ് ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്തു. കോടിയേരി സാറ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തായിരുന്നു ലോഞ്ച് ചെയ്തത്. പക്ഷെ അതിന് ശേഷം ഒരു 1 ഇയർ അത് റൺ ചെയ്യുന്നു. നീണ്ട 8 വർഷം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിരുന്നു. അതിന് ശേഷമാണ് കടകംപള്ളി സാറ് വീണ്ടും വിനോദസഞ്ചാര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് അത് 3 ടെൻഡറുകൾ നടന്ന് ഫൈനൽ ടെൻഡറിൽ ഞങ്ങളോട് ആ വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ആർട്ട് ലവേഴ്സായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ ഒരു എക്കോസിസ്റ്റമാണ് ആക്ച്വലി കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി അവിടെ ഒരു 30ഓളം ആർട്ടിസാൻസ് എന്ന് പറയുന്നതിലുപരി ഡിസൈനേഴ്സ്, അവർ ഡിസൈനേഴ്സാണ്. അതേപോലെ തന്നെ അവരത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളാണ്. അവർ പാഷനേറ്റാണ്. അപ്പോൾ അവരുടെ ഒരു കൂടിച്ചേരുന്ന, നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കേരളം മുഴുവൻ യാത്ര ചെയ്താൽ നമുക്ക് അനുഭവവേദ്യമാവുന്ന ഒരു കൾച്ചറിന് മുഴുവൻ നമ്മളൊരു അംബ്രല സ്പേസിൽ കൊണ്ടുവന്നതാണ് ആക്ച്വലി കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിൽ ക്രാഫ്റ്റ് മാത്രമല്ല, പാരലി ഞങ്ങൾ നമ്മളെ കൾച്ചറിൽ കേരളത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. ഞങ്ങളതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. കലാരൂപങ്ങളെന്ന് പറയുമ്പോൾ തെയ്യവും കളരിയും DJ-യും കലാരൂപമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ എല്ലാ പെർഫോമൻസുകളും സ്ഥിരമായി ഹാപ്പൻ ചെയ്യുന്ന ഒരു ഹാപ്പനിങ് സ്പേസ് കൂടെ ആയിട്ടാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിനെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്
കോവിഡ് സമയത്താണ് ആരംഭിക്കുന്നത്. ആ വർഷം ഒഴികെ എല്ലാ വർഷവും ഞങ്ങൾ ഓപ്പറേഷനലി വയബിൾ ആയിരുന്നു. ഇപ്പോൾ കറണ്ട് ഇയറിൽ ഞങ്ങളൊരു 20 crore എബോവ് ബിസിനസ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ മേഖലയിലുള്ള ആളുകളിലേക്ക് തൊഴിൽ കൊടുക്കാനും അവരെ കുറച്ചുകൂടെ ബെറ്ററായ പ്ലേസ്മെൻറ്റിലേക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു മേഖലയിലേക്ക് മാറ്റിയെടുക്കാൻ ആ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പൊട്ടൻഷ്യലായ ഒരു ലാൻഡിലാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ്. ഒന്ന്, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അദാനി എയർപോർട്ട് വളരെ ഭംഗിയിൽ ഓപ്പറേറ്റ് ചെയ്തു വരുന്നു. ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതെ, NHAI നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച പ്രൊജക്റ്റ് ഹാപ്പനിങ് ആവാൻ പോകുന്നു. കന്യാകുമാരിയിലേക്കൊക്കെയുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അതേസമയം വാട്ടർ ബേ, ദേശീയ ജലപാതയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കോവളത്തിനടുത്താണ്. അതെ അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ആദ്യം വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ ക്ലിയർ ആവുക എന്നുള്ളതാണ്. ആ രീതിയിൽ എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ലാൻഡിലാണ് സ്ഥാപനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതൊരു ആങ്കർ പ്രൊജക്റ്റായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അനീഷ് സർ, ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് പത്മനാഭപുരം പാലസ് കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. നമുക്കിത് എൻഡിൽ എന്ന് പറയാനായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു ട്രാവൽ ടൂറിസം ആപ്പ്, ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയത് ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അതായത് അത് തീരുന്നത് ഏകദേശം ആ ഒരു ജടായുപ്പാറ ആ ഭാഗത്തൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. ഈ പത്മനാഭപുരം പാലസ് മുതൽ, പത്മനാഭപുരം പാലസ് ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, എന്നാലും നമുക്ക് ലാൻഡ് കേരളത്തിൻ്റെതാണെന്ന് തോന്നുന്നു അല്ലേ? ആ പാലസ് കേരളത്തിൻ്റെ. അത് മുതൽ ഇങ്ങി ജടായുപ്പാറ വരെയും നമ്മുടെ കോവളം മുതൽ നമ്മുടെ പൊന്മുടി ആ ഭാഗം വരെ, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഈ മൊത്തത്തിലുള്ള ഇത്രയും സ്ഥലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻസ്, ചെറുതും വലുതും ഇടത്തരവുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പല സിറ്റികളിലും ഞാൻ പോകുന്ന സമയത്ത് ശരിക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വയ്ക്കുമായിരുന്നു. സാർ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സിറ്റി വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒരുപാട് അടുത്തുണ്ട്. നമ്മുടെ വെട്ടിമുറിച്ച കോട്ട, അതൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും അല്ല, അത് വളരെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യപ്പെടേണ്ട സ്ഥലമാണ്. അതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഇത്രയും വലിയ കരിങ്കല്ലുകൾ, സിമെൻറ്റും ഒന്നും ഇല്ലാണ്ട്, ചാന്തൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നതിൻ്റെ ടെക്നോളജിയൊക്കെ ഇന്നത്തെ എത്ര പേർക്ക് അറിയുന്നു പോലും എനിക്കറിയില്ല. അപ്പോൾ ഇത്രമാത്രം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. കണക്റ്റഡ് ടൂറിസം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുള്ളതാണ്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ഇവിടെ ഞങ്ങൾ റിലീസ് ചെയ്തിരുന്നൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അതായത് ഇതെൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എടുക്കുവാണെങ്കിൽ, സ്ക്വയർ മീറ്റർ ആണോ സ്ക്വയർ കിലോമീറ്റർ ആണോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലം കാശിയാണ്. രണ്ടാമത് തിരുവനന്തപുരമാണ്. കാരണം ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നോക്കി കഴിഞ്ഞാലും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി അമ്പലങ്ങളുണ്ട്. അതിന് പുറമെയാണ് നമുക്ക് ക്രിസ്ത്യൻ പള്ളികളും മറ്റ് മുസ്ലിം പള്ളികളും മറ്റ് ആരാധനാലയങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പണം, പ്രത്യേകിച്ച് വിദേശ വരുമാനം കൊണ്ടുവരുന്ന ഇങ്ങനെയൊരു സെക്ടറിൽ 6 ലക്ഷം ആൾക്കാർ മൊത്തത്തിൽ സാർ വരുന്നു എന്ന് പറഞ്ഞതിൽ വളരെ വളരെ ഒരു ചെറിയ ശതമാനമാണ്. സാർ, നമുക്ക് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ? എന്തൊക്കെ ഹേർഡിൽസാണ്? എന്താണ് നമ്മളിതൊന്നൊരു ഈ ഒരു 6 ലക്ഷത്തിനെ അറ്റ്ലീസ്റ്റ് ഒരു 16 ലക്ഷമാക്കാനും അവിടെ നിന്നൊരു 30-60 ലക്ഷമൊക്കെ ആക്കാനായിട്ട് ഇത്രയും വർഷത്തെ സാറിൻ്റെ ജേണിയിൽ എന്ത് ഹേർഡിൽസാണ്, എന്താണ് ഇതിനെ തടസ്സം നിൽക്കുന്നത്? നമ്മൾ തിരുവനന്തപുരം ടൂറിസം ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സ്പിരിച്വൽ ആംഗിളിൽ എടുക്കുകയാണെങ്കിൽ വളരെ വലിയ സാധ്യതകളുണ്ട്. ഇതൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടല്ല, ഇപ്പോഴത്തെ ടൂറിസം നടക്കുന്നതൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടല്ല. ഇപ്പം പത്മനാഭസ്വാമി ടെമ്പിൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില സ്പിരിച്വൽ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ചിലത് പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജടായുപ്പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമായണ സർക്യൂട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിന് സ്കീമുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത് രാമായണമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്ക് രാമായണ സർക്യൂട്ടിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അതിന് വലിയ ഫണ്ടുള്ളതാണ്. അത് ചെയ്തിട്ടില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ വേറൊരു സ്കീമുണ്ട്. ഈ ഹെറിറ്റേജ് സൈറ്റ്സിനെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവരുടെ മീറ്റിങ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നടത്താവൂ എന്നൊരു ഓർഡറുണ്ട്. ഈ PSUസും അതിൽ തിരുവനന്തപുരം ഇല്ല.
അപ്പം നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പം വാരണാസി ഉണ്ട്, പിന്നെ അങ്ങനെ ഹംപിയുണ്ട്, അങ്ങനെയുള്ള പല ഹെറിറ്റേജ് സൈറ്റുകളുള്ള സ്ഥലങ്ങളിൽ ആ മൈസ് മീറ്റിംഗ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസ്, എക്സിബിഷൻസ്, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതും നടത്തണമെന്നുള്ളതാണ്. അത് നമുക്കിവിടെ കൊണ്ടുവന്ന അത് വലിയൊരു ടൂറിസം ബൂമാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ സൂചിപ്പിച്ചത് കണക്ക് തന്നെ പത്മനാഭപുരം പാലസ് ആണെങ്കിലും ഈവൻ കന്യാകുമാരി, അതെല്ലാം തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പോകേണ്ട ഒരു ഇപ്പം PM തന്നെ വന്ന് അവിടെ ഒരു മെഡിറ്റേഷൻ ഇരിക്കുമ്പം അങ്ങനെയുള്ള അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുറേ ആൾക്കാർ അതിനുശേഷം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മളൊരു അതിനൊന്നും ഒരു സർക്യൂട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു പ്രൊമോഷൻ കാര്യമായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഒരു അഭാവത്തിലാണ് ഈ പറഞ്ഞ നമ്മളുടെ ഇത്രയും കൂടുതൽ ടെമ്പിൾ ഉണ്ടായിട്ട് പോലും അത് സ്വയം ഓരോരുത്തർ അറിഞ്ഞ് കണ്ടെത്തി വന്ന്. പക്ഷെ ശബരിമല ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും കൊച്ചിയിൽ നിന്ന് 104 കിലോമീറ്ററും തിരുവനന്തപുരത്തു നിന്ന് 105 കിലോമീറ്റർ മാത്രമേ ശബരിമലയ്ക്കുള്ളൂ. പക്ഷേ എല്ലാവരും കൊച്ചിയിൽ വന്നിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ അതിൽ കൂടുതൽ ടെമ്പിൾ കണ്ടിട്ട് അതിനെ വേറൊരു ഇപ്പോൾ തിരുവനന്തപുരം മുതൽ ശബരിമല വരെ ഒരു നല്ലൊരു ഹൈവേ വരുവാണെന്ന് വിചാരിക്കുക, എല്ലാവരും തിരുവനന്തപുരത്തായിരിക്കും വരുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിനും ആ സ്പിരിച്വൽ ആംഗിളിൽ തന്നെ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹീലിംഗ് ഡെസ്റ്റിനേഷനായിട്ട് മാറി. ലോകത്തിൽ ഇന്ന് നമുക്കറിയാം എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്തിന് പ്രോബ്ലമാണ്. ഇപ്പോൾ ഈ ഒരു വാർ നടക്കുന്നു, അത് ഒരുപാട് പേരെ അഫക്റ്റ് ചെയ്യുക, അത് കൂടുവാണ്. ഓരോ അൺസർട്ടണിറ്റി വരുമ്പോഴും ആളുകളുടെ മെൻ്റൽ ഹെൽത്ത് പോയിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പം ഇന്ത്യ ആയിരിക്കും 2030 ഒരു ഹീലിംഗ് ഡെസ്റ്റിനേഷനും ഈ ലോകത്തിൻ്റെ തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് നോക്കേണ്ട ഒരു രാജ്യം. കാരണം നമുക്കൊരു വലിയ ഇൻഷ്യൻ വിസ്റ്റമുണ്ട് ഇന്ത്യക്ക്. ആ ഒരു ഇൻഷ്യൻ വിസ്റ്റത്തിലൂടെ ആയിരിക്കും ആളുകൾ മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പോകുന്നതെന്നാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വിഷനറി ആയിട്ടുള്ള ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളത് തിരുവനന്തപുരത്തിനായിരിക്കും. I have an amazing entrepreneur on the venue. Her name is Alina. Alina മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. അലീനയായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ, തിരുവനന്തപുരത്ത് മെഡിക്കൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ റീസണും ഒന്ന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാമെന്നുള്ളതും, രണ്ട് മാത്രമല്ല സോമതീരം അദ്ദേഹമാണെന്ന് തോന്നുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ആദ്യത്തെ ആയുർവേദിക് റിസോർട്ട് എന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ സർ, എന്തൊക്കെയാണ് മെഡിക്കൽ ടൂറിസം മേഖലയിലെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്? അല്ല, മെഡിക്കൽ ടൂറിസം ഇത് തന്നെ. ഇത് വേറെ നമ്മളിപ്പം വെൽനസിൻ്റെയാണ് പറഞ്ഞത്, ആയുർവേദം. മെഡിക്കൽ ടൂറിസത്തിന് ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഈ ആശുപത്രി പോകുമ്പോൾ മാലദ്വീപിൽ നിന്നുള്ള ആൾക്കാർ സ്ഥിരമായിട്ട്, അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഇവിടെയുള്ള പല ഹോസ്പിറ്റൽസിനും നല്ലൊരു നമ്പർ ഓഫ് ടൂറിസ്റ്റുകൾ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറും ഇതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളെ മലയാളികൾക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ HR എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എമ്പതി ഉള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് മലയാളി നേഴ്സുമാർ വിദേശത്ത് ഇത്രയും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്? അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മിനിങ്ങാത്ത ഒരു ട്വീറ്റുണ്ട്. സോണിയാഗാന്ധിയെ പരിചരിച്ചതൊരു മലയാളി നേഴ്സാണ്. അവർ എങ്ങനെയാണ് അവരെ പരിചരിച്ചതെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഭയങ്കര സിമ്പതിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മലയാളികൾ. ഈ ടൂറിസം തന്നെ ഡെവലപ്പ് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി അത് ഫ്രം ദ ഹാർട്ടാണ്. അത് നമുക്കത് എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഇവിടുന്ന് പുറത്തേക്ക് പോകാതെ ഇവിടെ തന്നെ നമുക്ക് ഈ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് പിടിച്ചു നിർത്താൻ പറ്റുവാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. അത് ഏത് മേഖലയിലാണെങ്കിലും, ടൂറിസത്തിലാണെങ്കിലും, ഈ മെഡിക്കൽ ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനാണെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും വെൽ നോൺ ആയിട്ടുള്ള അമേരിക്കൻ ഡോക്ടേഴ്സ് എത്ര പേരാണ് നമുക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ളത്? സാർ, നേരത്തെ സാർ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാനൊരു ഫൈനൽ ക്വസ്റ്റ്യനായിട്ട് ഞാൻ എല്ലാവരോടും ചോദിക്കാൻ വയ്ക്കുന്നത്. ഐ റിയലി വാണ്ടഡ് ഓൾ ഓഫ് യുവർ ഇൻപുട്സ്. വേറൊന്നുമല്ല, മാർക്കറ്റിംഗ്. സാധാരണ നമ്മൾ ഏത് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഡിമാൻഡ്, സപ്ലൈ, ലാഭം, നഷ്ടം, അതിനപ്പുറം വേറൊന്നുമില്ല. ഇവിടെ ട്രാവൽ ആൻഡ് ടൂറിസം എടുക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ആണ് കൂടുതൽ. ഡിമാൻഡിനെ കുറച്ചുകൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചതിൽ മനസ്സിലായ
ആക്കിയെടുത്തോളം ഫെസിലിറ്റേഷനാണ് കൂടുതൽ വേണ്ടത്. അതായത് കണക്ടിവിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ റോഡ്, ട്രാൻസ്പോർട്ട്, കൂടുതലുള്ള മാർക്കറ്റിംഗ് എന്നൊക്കെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മേഖലകളിൽ നിന്നുകൊണ്ട് എന്താണ് ട്രാവൽ ടു തിരുവനന്തപുരം, പക്ഷേ കേരളം എന്നുള്ളത് വേറൊരു രീതിയിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ കൊണ്ട് വേറൊരു മാർക്കറ്റിംഗ് പോകുന്നുണ്ട്. എന്നാലും തിരുവനന്തപുരം എന്ന രീതിയിൽ ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഓരോ രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ സർ, സ്റ്റാർട്ടിങ് ഫ്രം യു എന്നുള്ള രീതിയിൽ സാർ ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ടോ? ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം തീർച്ചയായിട്ടും ആ ആംഗിളിലായിരിക്കണം എപ്പോഴും നമ്മളെ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിംഗ് വളരെ ഈസി ആയിരിക്കും. പിന്നെ ഞാൻ ഈ ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ ഞാൻ 2004 തന്നെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. 2004 മുതൽ. അപ്പോൾ അത് അന്ന് തൊട്ടേ നമ്മൾ ഇപ്പോൾ AI വന്നു. AI വന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ഈ ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു ഡെമോഗ്രാഫി എടുത്തു. അപ്പോൾ അവർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ വരുന്നത്, വിദേശത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ ChatGPT തന്നെ ചോദിച്ചു, ഇവരെ എങ്ങനെയാണ് നമ്മൾ അവരെ റീച്ച് ഔട്ട് ചെയ്യേണ്ടത്. അത് എനിക്ക് ChatGPT ഒരു സൊല്യൂഷൻ പറഞ്ഞു. ലണ്ടനിലൊരു ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ട്രാവൽ ഫെയർ ഉണ്ട്, നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ 2 മാസം മുമ്പ് അതിന് പോയിട്ട് ഒരു സ്റ്റോൾ എടുത്തു. അമേസിങ്. 50,000 പേര്, 60 ഏജിന് എബോ ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. ഞാൻ സ്റ്റോൾ എടുക്കുന്നു, ഇത്രയും പേര് വരുന്നു. 2-4 ദിവസം ഭയങ്കര ബിസിയായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ AI ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ഗൂഗിളിൽ സെർച്ച് ആയാലും ഇങ്ങനെ ഒരു കാര്യമുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പം ഈ മാർക്കറ്റിങ്ങിന് നമ്മളറിയാത്ത ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് നമ്മൾ എത്തി അവിടെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇനി ഈ പറഞ്ഞ എല്ലാവരും സോഷ്യൽ മീഡിയയിലും ഡിജിറ്റൽ സ്പേസിലും ആയി കഴിഞ്ഞു. അപ്പം അവിടെ വേറിട്ട് നിൽക്കാനായിട്ട് ഇപ്പം നാരായൺ സാറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ, സാറ് ഫ്ലോട്ടിംഗ് കോട്ടേജ് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ആളുകളുടെ ഒരു അട്രാക്ഷൻ ആ പൂവാറിലേക്ക് വരുന്നത്. ഹൗസ് ബോട്ട് വന്നതാണ് കേരളത്തിലെ ടൂറിസം ഇത്രയും വലിയ രീതിയിലേക്ക് പോയത്. അതാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ ഫ്ലോട്ടിംഗ് കോട്ടേജ് വന്നപ്പം അത് കാണാനായിട്ട് ഞാൻ പോകുമായിരുന്നു. അപ്പം ഞാൻ പോകുന്ന ഈ ബോട്ടിൽ അന്ന് സൂര്യ TV അവരുടെ ക്രൂ ഉണ്ടായിരുന്നു. അന്ന് സൂര്യ TV മാത്രമേ ഉള്ളൂ ന്യൂസ് ഉള്ളത്. അത് 6 മണിക്ക് അരമണിക്കൂർ ന്യൂസ്. അന്നേരം ആ ന്യൂസാണ് എല്ലാവരും കാണുന്നത്. അന്ന് ഏഷ്യാനെറ്റ് ഇല്ല, ഒരു ചാനലുള്ളിൽ ഒരു ന്യൂസ് ചാനലുള്ളൂ. ഞാനും അതിനകത്തുണ്ടായിരുന്നു. അവർ വന്ന് ഷൂട്ട് ചെയ്ത് എന്നെ അന്നത് അതിൽ കാണിച്ചു. അപ്പം അത് അന്ന് ഈ ആളുകളെല്ലാം കാണുന്നതുകൊണ്ട് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു ഇതെവിടെയായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ലെവലിൽ നിന്നാണ് നമ്മളിപ്പം ഈ ഒരു ഇതിലേക്ക് മാർക്കറ്റിംഗ് എത്തിയിരിക്കുന്നത്. എന്തൊക്കെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അവിടെ അദാനി ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഒരു പുതിയ റൂട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ തവണ വന്ന ഒരു മംഗലാപുരം റൂട്ട്, അതിനെ മാക്സിമം പുഷ് ചെയ്ത് അദാനിയുടെ എല്ലാ ഗ്രൂപ്പുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ റീച്ച് എത്തിയ ഒരു പോസ്റ്റായിട്ടത് മാറി. അങ്ങനെ പുതിയൊരു റൂട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് വരുമ്പോൾ ഇതെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയ ചാനലിലൂടെ, അതായത് പത്രമാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് ഇത് വരാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു എയർപോർട്ടിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ മാസം കുറവുള്ള റൂട്ടുകളെ തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം, ഇപ്പം ഞാൻ അടുത്ത മാർച്ചിലാണ് ചെയ്യുന്നതെങ്കിൽ ഫെബ്രുവരി മാസം അവസാനമാണ് നിൽക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഏത് റൂട്ടിനാണ് ആൾ കുറഞ്ഞതെന്ന് നോക്കും. തൊട്ട് മുമ്പത്തെ മാസത്തെ നോക്കും. അതുമെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു റൂട്ടുകൾ സെലക്ട് ചെയ്ത് അതല്ലാതെ റൂട്ട് പ്രൊമോഷനായിട്ടും ചെയ്യാറുണ്ട്. പിന്നെ ഫോർ എയർലൈൻസ്, എയർപോർട്ടിനെ സംബന്ധിച്ച് എയർലൈൻസിന് മുമ്പിൽ അട്രാക്റ്റീവ് ആകാനായിട്ട് ചെറിയ സ്റ്റെപ്പുകൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എടുത്തത്. ഇതിനകത്തൊന്ന്, നമ്മളുടെ ഇൻ്റർ ടെർമിനൽ ബസ് തുടങ്ങി എയർപോർട്ട് തന്നെ, അതായത് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറുകളുള്ള അങ്ങനത്തെ ബസ്സുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ എയർക്രാഫ്റ്റുകൾ വരാൻ, എയർലൈൻ സർവീസുകൾ വരാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ എയർലൈൻസിൻ്റെ മുമ്പിൽ അട്രാക്റ്റീവായിട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളുടെ എയർപോർട്ട് ആഴ്ചയിൽ 4 ദിവസം 2 മണിക്കൂർ വെച്ച് ക്ലോസ് ചെയ്യുമായിരുന്നു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. നമ്മളുടെ റിസോഴ്സും കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ആ ടോട്ടൽ 4x2 8 മണിക്കൂറിനെ 6 മണിക്കൂറായിട്ട് ചുരുക്കി.
ഒരു ദിവസത്തെ ഒഴിവാക്കി. സോ 25% റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അത്രയും സമയം കൂടെ എയർപോർട്ട് ഓപ്പൺ ആയിരിക്കും, കൂടുതൽ സർവീസിനുള്ള പോസിബിലിറ്റി. ഇത് നമ്മളെല്ലാ എയർലൈൻസിനെ അറിയിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു അബുദാബി സർവീസ് കുറയേണ്ടതായിരുന്നു. 7 വീക്കിലി 7 വന്നിടത്ത് 6 ആകേണ്ടതായിരുന്നു. ഇത് കുറഞ്ഞ സമയം കൊണ്ട് അവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ്. അതെ, മലേഷ്യൻ എയർലൈൻസിന്റെ ഭാഗത്ത് എയർപോർട്ടിന്റെ മാർക്കറ്റിംഗ് ഞാനും കണ്ടിട്ടുണ്ട്. അതെ, എയർലൈൻസ് മലേഷ്യയിൽ നിന്ന് വ്ളോഗേഴ്സ് മറ്റേ യൂട്യൂബ് സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുള്ള അവരും ചെയ്യുന്നുണ്ട്. നമ്മൾ എയർപോർട്ട് ഈയിടെ ചെയ്തിരുന്നു, കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്തിരുന്നു. ഇവിടുത്തെ തന്നെ ലോക്കലി ആക്റ്റീവായിട്ടുള്ള യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടന്റ് ഇടുന്ന അങ്ങനത്തെ മാർക്കറ്റിംഗ് നമ്മളും എയർപോർട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സർ, മാർക്കറ്റിംഗ് വേണ്ടാത്ത ഒരു ബ്രാൻഡാണ്. എന്നാലും സർ എന്തൊക്കെ ഒരു മാർക്കറ്റിംഗ് എഫേർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് സാർ ചെയ്തിട്ടുള്ളത്, ആൻഡ് എസ്പെഷ്യലി യുവർ ന്യൂ പ്രോജക്റ്റ്? ഞാൻ അത് പറയുന്നതിന് മുമ്പേ അനീഷിൻ്റെ പറഞ്ഞ ഈ പത്മനാഭസ്വാമി ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമുക്ക് ഡൊമസ്റ്റിക് അറൈവൽസ് we can increase. ഇപ്പോൾ simple thing in a place like Rameshwaram, how much the domestic tourism, pilgrimage tourism is increasing every year. ഈ പത്മനാഭസ്വാമി ടെമ്പിൾ നമ്മൾ പലപ്പോഴും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് മാർക്കറ്റഡ് വെൽ. ഇപ്പം ഈ കുറേ പേര് അറിയാവുന്നവർ കുറേ പേര് വരുന്നതല്ലാതെ ഫോർ എ ലോങ് പീരിയഡ് ഇത് വി കുഡ് ഹാവ് ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അറയിലിരിക്കുന്ന സാധനങ്ങൾ ഓഫ് കോഴ്സ് ദി ടൂറിസ്റ്റ് sadly cannot go and see, but technology is now available by which we can take the laser hologram and then start a museum where these things can be expanded. The 3D use the laser technology use the real life പോലെയുള്ള ഇതിൻ്റെ എല്ലാം നമുക്ക് ഒരു മ്യൂസിയം ഉണ്ടാക്കി എക്സിബിറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഈ ടൂറിസം ആളുകൾ അത് കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് വരുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോസിബിളാണ്. ടെക്നോളജി ഈസ് അവൈലബിൾ നൗ ഫോർ യൂസിങ് ദി ടെക്നോളജി. മ്യൂസിയംസ് പ്ലേ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ദി ടൂറിസം ബിക്കോസ് ആളുകൾ വരുമ്പം എന്തൊക്കെ കാണാം. നമ്മുടെ അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്കും ദേ വോണ്ട് ടു ഗോ ഔട്ട് ആൻഡ് see these things. ഞാൻ മനസ്സിലാക്കിയത് വേൾഡിലുള്ള എല്ലാ റിനൗണ്ട് മ്യൂസിയം ഡിസൈൻ ചെയ്യുന്നതും അത് ബിൽഡ് ചെയ്യുന്ന ഒരു കേരളത്തിൽ നിന്നുള്ളൊരു മലയാളിയാണ്. അപ്പോൾ അതുപോലെയുള്ള ഹീ നോസ് ഇൻ ആൻഡ് ഔട്ട് ഹൗ ടു ബിൽഡ് എ മ്യൂസിയം. വേൾഡിലുള്ള പല റിനൗണ്ട് ഈസ് നൗ സ്റ്റേയിങ് ഇൻ US. അപ്പം ഞങ്ങൾ നോക്കുന്നത് പുള്ളിയുടെ കൂടെ ഇൻപുട്ട് ഉണ്ടാക്കി അങ്ങേരെ കൊണ്ടുവന്ന് ഈ പത്മനാഭസ്വാമി ഈ അറയിലിരിക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഇതൊരു മ്യൂസിയം ഉണ്ടാക്കാവുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ബി എ മേജർ ബൂസ്റ്റ് ടു ദി ടൂറിസം ഇൻഡസ്ട്രി. താങ്ക് യു സർ. ആൻഡ് KSEV എന്തൊക്കെ മാർക്കറ്റിംഗ് എഫേർട്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ആൻഡ് സർ ഓവർ ടു യു ആസ് വെൽ. എന്തൊക്കെ മാർക്കറ്റിംഗ് എഫേർട്സ് ആണ് നമുക്ക് അവിടെ നിന്ന് വന്നിട്ടുള്ളത്? ആക്ച്വലി ഞങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ കാണുന്നത് പോലെ ടെലിവിഷൻ ആഡ്സ്, പത്രങ്ങളിലേക്കുള്ള പരസ്യങ്ങൾ, അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ക്രാഫ്റ്റ് വില്ലേജിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. മറിച്ച് ആ തുക അതിനു വേണ്ടി ചെലവഴിക്കാൻ കരുതി വെച്ച പണം ഞങ്ങളുടെ കോർ ഏരിയ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് പെർഫോമൻസിന് വേണ്ടിയുള്ള തുകയായിട്ട് മാറ്റുകയും അവരുടെ പേജുകളിലൂടെയാണ് ക്രാഫ്റ്റ് വില്ലേജിനെ ഞങ്ങൾ പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ 3 വർഷം അതിനുവേണ്ടി ഞങ്ങൾ പമ്പ് ചെയ്ത വലിയൊരു എമൗണ്ട് ഉണ്ട്, ഹ്യൂജ് എമൗണ്ടാണ്. പക്ഷെ ആ എമൗണ്ട് മുഴുവൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം ആകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ കലണ്ടർ ഇവൻറ്റ്സും പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റി. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് വന്ന ഫോളോവേഴ്സ് മുഴുവൻ ഞങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസാണ്, ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ക്രൗഡാണ്. അതിൽ വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന,
പെർഫോമൻസിനെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ഒരു കൾച്ചറിനെ പ്രിസർവ് ചെയ്യുന്ന സ്പേസിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ മാത്രമുള്ള ഒരു പേജിലേക്ക് ഞങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റി. ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഒരു ആഡും, വളരെ ചുരുക്കം ആഡ് നിർബന്ധത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്നല്ലാതെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്തില്ല. പകരം ഞങ്ങൾ ചെയ്തത്, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഐക്കോണിക് ഇവൻ്റാണ് ഇൻ്റർനാഷണൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ. കഴിഞ്ഞ 3 വർഷം ഞങ്ങളത് നടത്തി. ഈ വർഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് അതൊന്ന് മാറ്റിവെച്ചു. ഈ 3 വർഷവും 20 മ്യൂസിക് ബാൻഡുകളാണ് ഓരോ വർഷവും അതിൽ പങ്കെടുക്കുന്നത്. 3 ദിവസമായിരിക്കും പ്രോഗ്രാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ പരിക്രമ പോലെയുള്ള ലെജൻഡറി ബാൻഡുകളായിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാൻഡുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിതാര കൃഷ്ണകുമാറിൻ്റെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. പ്രൊജക്ട് മലബാറിക്കസ് അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിതാരയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 മില്യൺ എബോ ആണ്. ആ ക്രൗഡിലേക്ക് ഞങ്ങൾക്ക് എത്താൻ ഞങ്ങൾ എത്ര പത്രപരസ്യം കൊടുത്തിട്ടും കാര്യമില്ല. കറക്റ്റ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് ഇങ്ങനെയൊരു പെർഫോമൻസിൻ്റെ ഒരു പോസ്റ്റർ പോകുമ്പോൾ അത് ആ സ്ഥാപനത്തിന് വേണ്ട ക്രൗഡിലേക്ക് എത്തുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത്. ഇപ്പോൾ 14 കലണ്ടർ ഇവൻറ്റ്സാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ 12 ഇവൻറ്റ്സും ഞങ്ങൾ ഫിനാൻഷ്യലി വയബിൾ ആവുന്ന രീതിയിലേക്ക് ഈ വർഷം ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അത് തന്നെയാണ് സ്ട്രാറ്റജി. ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് അവിടെ വരുന്ന മനുഷ്യരാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു സക്സസ്ഫുൾ മോഡലായി മാറി വന്നിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ അതിലുള്ള സന്തോഷം. താങ്ക് യു സോ മച്ച് ശ്രീ. നമുക്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഇതുകൊണ്ടൊന്നും നിൽക്കുന്നതല്ല. ഒരുപാട് കാര്യങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇനിയും സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സമയക്കുറവുള്ളത് കൊണ്ടും ഒരുപാട് നെക്സ്റ്റ് 2-3 സെഷൻസ് ഉള്ളതുകൊണ്ടും കുറച്ച് പേർക്ക് ഫ്ലൈറ്റും ട്രാവലും ട്രെയിനും ഒക്കെ ഉള്ളത് കൊണ്ടും സർ അൺഫോർച്ചുനേറ്റ്ലി വി ഹാഡ് ടു വൈൻഡ് അപ്പ് ഓവർ ഹിയർ. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വി ഹാഡ് സം സൂപ്പർ ഇൻസൈറ്റ്സ്. ഐ ബിലീവ് തിരുവനന്തപുരത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹേർഡിൽസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാലും ഡേ ഓവർ ഡേ, മന്ത് ഓവർ മന്ത്, ഇയർ ഓവർ ഇയർ വി വിൽ ഗ്രോ. അതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. താങ്ക് യു സോ മച്ച്.